ഞാൻ ചില മാപ്പുകൾ എൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം രാജ്യങ്ങളുടെ മാപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമേജായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ചിത്രമാണ്. ആക്ച്വലി ഇത് ഏത് ഗ്രഹമാണെന്നറിയാമോ? ഇത് നമ്മുടെ ഭൂമിയാണ്. പക്ഷേ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ പസഫിക് സമുദ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഭൂമിയുടെ 30 മുതൽ 40% വരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കരഭൂമികളൊന്നും ഇല്ലാത്തൊരു പ്രദേശം കാണാം. സോ നമ്മൾ ഈ കാണുന്ന 7 ഭൂഖണ്ഡങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമി കാണപ്പെടുന്നത് വെള്ളം നിറഞ്ഞ ഇതുപോലത്തെ ഒരു ബ്ലൂ ബോളായിട്ടായിരിക്കും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു പക്ഷേ അങ്ങനെ ഭൂമിയിൽ കരപ്രദേശമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്കൊരു ശക്തി കിട്ടി, നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആ ഉണ്ടാക്കിയെടുക്കുന്ന രാജ്യം നമുക്ക് സ്വന്തമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാണ്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെ പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ വേൾഡ് മാപ്പിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെയായി വരും. സോ ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഒരു രാജ്യം, ആ രാജ്യം സോ പെർഫെക്റ്റ് ആയിരിക്കണം, സോ സേഫ് ആയിരിക്കണം, എക്കണോമിക്കലി സ്ട്രോങ് ആയിരിക്കണം, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തെ ആയിരിക്കും ആദ്യം നിർമ്മിക്കുക? സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ കടലിൻ്റെ നടുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു രാജ്യം വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അങ്ങനെ ഒരു രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഒരു ദ്വീപായിട്ട് നമ്മുടെ രാജ്യത്തിന് നിൽക്കാൻ പറ്റില്ല. ആ രാജ്യം ഭയങ്കര സ്റ്റേബിൾ ആവണം. അതിന് നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക്കൽ സ്ട്രെങ്ത് ഒക്കെ വരണമെങ്കിൽ നല്ല നെയ്ബേഴ്സ് ഉണ്ടാവണം. പക്ഷേ ആ നെയ്ബേഴ്സ് നമ്മളെ തകർക്കാൻ പാടില്ല. സോ നമ്മളൊരു രാജ്യത്തെ സൃഷ്ടിച്ചു. ആ രാജ്യത്തിൻ്റെ താഴെയും മുകളിലും ലെഫ്റ്റും റൈറ്റും എല്ലാം രാജ്യങ്ങളെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തായാലും അതിർത്തി തർക്കങ്ങളുണ്ടാവും. മാത്രമല്ല നമുക്ക് കടലിലേക്കുള്ള ആക്സസ് കുറവായിരിക്കും. അതുകൊണ്ട് സീ റൂട്ട് വഴി നമ്മൾ ബിസിനസ് ചെയ്യാനും കപ്പൽ യാത്ര നടത്താനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് കുറച്ച് രാജ്യങ്ങൾ അയൽക്കാരായിട്ട് വേണം താനും, എന്നാൽ അതിനേക്കാൾ ഏറെ വലിപ്പമുള്ള വലിയ ഓഷനിലേക്ക് ആക്സസ് ഉണ്ടാവണം. അങ്ങനെ നമ്മളൊരു രാജ്യം വരയ്ക്കുകയാണെങ്കിൽ ആ രാജ്യം ഒരു ദ്വീപായിരിക്കില്ല, അതടങ്ങുന്ന വലിയൊരു ഭൂഖണ്ഡമായിരിക്കും. അങ്ങനെ ഒരു ഭൂഖണ്ഡമാകുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ വീക്കായിരിക്കണം, ആ രാജ്യം സ്ട്രോങ് ആയിരിക്കണം. അതിൻ്റെ 2 സൈഡ് നല്ല വലിയ ഓഷൻ ആയിരിക്കണം. ആ ഓഷൻ അത്യാവശ്യം ഡെപ്ത് ഉണ്ടായിരിക്കണം. ഈ ഓഷനിൽ നിന്ന് കുറേ കിലോമീറ്റർ കടന്നിട്ട് മാത്രമേ മറ്റ് രാജ്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റ് രാജ്യങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും പ്രശ്നമില്ല, നമ്മൾ സേഫാണ്. അതിനേക്കാളേറെ നമ്മൾ ഉണ്ടാക്കുന്ന രാജ്യം വളരെയധികം തണുത്തു പോകാനും പാടില്ല, വളരെയധികം ചൂടായി മാറാനും പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന രാജ്യത്തിന് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഉണ്ടാവണം, സമതലങ്ങൾ ഉണ്ടാവണം, ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവണം, ഗോൾഡ് ഉണ്ടാവണം, നദികൾ ഉണ്ടാവണം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് അടങ്ങണം. അങ്ങനെ പ്രകൃതിദത്തമായിട്ട് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങളൊരു കൺട്രി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കൺട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഭൂഗോളത്തിൽ കാണപ്പെടുന്ന ഒരു രാജ്യത്തെ പോലെ ഇരിക്കും. ആ രാജ്യമാണ് ഈ മാപ്പിൽ കാണുന്നത്. ഒറ്റയടിക്ക് നിങ്ങൾക്കിത് കാണുമ്പോൾ ഏത് രാജ്യമാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന USA, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്ക ഞാൻ പൊക്കി പറയുന്നതല്ല, നിലവിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഒരു സൂപ്പർ പവർ ആവാൻ ശേഷിയുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതിൻ്റെ 2 സൈഡിലും ഒന്ന് വളരെയധികം ഡീപ്പുള്ള പസഫിക് ഓഷൻ, 2 അതേപോലെ തന്നെ സമൃദ്ധമായ അറ്റ്ലാന്റിക് ഓഷൻ. മുകളിൽ അത്രത്തോളം സ്ട്രോങ് അല്ലാത്ത കാനഡ, താഴെ മെക്സിക്കോ. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതിർത്തിയിൽ അധികം പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സീ റൂട്ട് ആക്സസ് ഉള്ളതുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളുമായിട്ട് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും സാധിക്കും. സോ ഇങ്ങനൊരു രാജ്യം കഴിഞ്ഞ 500 വർഷം കൊണ്ട് ഒരു സൂപ്പർ പവറായിട്ട് ഉയർന്നു വന്നെങ്കിലും അവർക്ക് വേറെ അതിർത്തി പ്രശ്നങ്ങളോ ഈ പറയുന്ന ഏഷ്യയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ മിസൈൽ വരുമെന്നോ പേടിയില്ലെങ്കിൽ പോലും അവർ എന്തിനാണ് ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ അമേരിക്ക എന്തിനാണ് ലോക പോലീസ് ചമയുന്നത്? അവർക്ക് ഇത്രയും സമ്പത്ത് എവിടെ നിന്ന് കിട്ടി? ഇത്രയും ജിയോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ കിട്ടി? ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ കിട്ടി? സോ ഈ ഒരു അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുന്ന ഇറാനിലേക്ക് എത്തിച്ചേരണമെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ സൈന്യം ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചേരണമെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. ഞാൻ മറ്റൊരു ചിത്രം കാണിച്ചു തരാം. ആ ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. പസഫിക് സമുദ്രം എന്ന് പറയുന്ന വളരെ വലിയ സമുദ്രം കടന്ന് ഇപ്പുറത്തെ ഏഷ്യയിലുള്ള ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് 1945 മനുഷ്യ ചരിത്രത്തെ എക്കാലവും ഞെട്ടിപ്പിച്ച് 2 ബോംബിട്ടതും അമേരിക്കയായിരുന്നു. അവരെന്തിനങ്ങനെ ചെയ്തു? അതിൽ നിന്ന് എന്ത് അഡ്വാൻറ്റേജ് കിട്ടി? 50 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു തലമുറ എടുത്താലും ഇപ്പോൾ നമ്മളെ നോക്കിയാലും ഇനി ഭാവിയിൽ വന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ രക്തക്കറ അടങ്ങിയ കൈകളുള്ളത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് എപ്പോഴും പച്ച മനുഷ്യരുടെ മുകളിൽ ബോംബിട്ട ഈ ഒരു സംഭവം ഉണ്ടാകും. അതായത് ലോകത്ത് നടന്ന ചരിത്ര സംഭവങ്ങൾ ഇപ്പുറത്തോട്ട് നോക്കിയാൽ ഒരു 100 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു 150 വർഷത്തിനിടയ്ക്ക് എല്ലാ കാര്യത്തിനും അമേരിക്കയുടെ കൈയുണ്ട്. അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തൊട്ട് നമ്മൾ ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റ് നോക്കിയാലും അമേരിക്കയിൽ അതൊരു പങ്കുണ്ടാവും. ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, സേഫായിട്ട് കിടക്കുന്ന 10-30 കോടി ജനസംഖ്യയുള്ള, എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തമായ ഒരു രാജ്യം ഇങ്ങനെ എന്തിനാണ് എല്ലാ കാര്യത്തിലും തലയിടുന്നത്? എന്തിനാണ് അയൽക്കാരുമായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഒരു പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്ത് നിന്ന് തട്ടിക്കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണകൂടമില്ല എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടാക്കുന്നത് എന്തിനാണ്?
അമേരിക്ക എങ്ങനെ ഇത്രയും സൂപ്പർ പവറായി? അമേരിക്ക എങ്ങനെ ലോക പോലീസായി? ഈ ചോദ്യം നോക്കണമെങ്കിൽ നമ്മൾ ചരിത്രം മാത്രം നോക്കിയാൽ പോരാ. ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പല സ്പെക്ട്രങ്ങളിലായിട്ട് വന്ന പല മാറ്റങ്ങൾ കാണും. ബോധപൂർവമോ അല്ലാതെയോ ആണെങ്കിൽ പോലും അവർ ഈ രീതിയിൽ എത്തിച്ചേർന്നതിന് പിന്നിൽ എന്തെങ്കിലും കളികളുണ്ടെങ്കിൽ ആ കളികൾ നമുക്ക് ഡീകോഡ് ചെയ്യണം. ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ അമേരിക്ക ബിക്കം ദ വേൾഡ്സ് സൂപ്പർ പവർ. ഇന്നത്തെ മോഡേൺ ലോകത്ത് എവിടെ നോക്കിയാലും അമേരിക്കയ്ക്ക് ഒരു സ്വാധീനമുണ്ട്, ഒരുതരം ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പോലെ. നമ്മൾ പോലും അറിയാതെ അത് എല്ലായിടത്തും ഉണ്ട്. സാധാരണഗതിയിൽ ഒരു രാജ്യം സാമ്രാജ്യമായി മാറുന്നത് അവർക്ക് വേറെ വഴിയില്ലാത്തപ്പോഴാണ്. ഞാൻ റഷ്യയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഇതാണ്ട് ഈ ഒരു പർട്ടിക്കുലർ തമ്മിലുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞിരുന്നു. റഷ്യ വലുതായത് ഭയം കൊണ്ടാണ്. പുറമേ നിന്ന് ആൾക്കാർ അറ്റാക്ക് ചെയ്യും. സോ ഈ അറ്റാക്കിങ്ങിനെ പ്രതിരോധിക്കാൻ വേണ്ടി ദൂരം കൊണ്ട് കോട്ട തീർത്തു. കൂടുതൽ ഭക്ഷണവും സുരക്ഷയും ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ രാജ്യങ്ങൾ പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങും. പക്ഷേ അമേരിക്കയുടെ കാര്യം വേറെയാണ്. അവർക്ക് സേഫ് ആവാനായിട്ട് പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും സേഫായിട്ടുള്ള, ഇപ്പോൾ ഏറ്റവും സേഫായ സ്ഥലം അമേരിക്ക തന്നെയാണ്. പക്ഷേ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന മെയിൻ പസിൽ ഇതാണ്. ഒരു രാജ്യത്തിന് ഇത്രയേറെ സുരക്ഷയുണ്ടെങ്കിൽ, വേണ്ടതെല്ലാം കയ്യിലുണ്ടെങ്കിൽ, പിന്നെ എന്തിനാണ് വെറുതെ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പോയി അധികാരം കാണിക്കുന്നത്? A state of war has existed between the United States and the Japanese Empire. The United States military has begun strikes against Al-Qaeda terrorist training camps and military installations of the Taliban regime in Afghanistan. I authorize the armed forces of the United States to begin a limited military action in Libya. I once again urge the Revolutionary Guard, the Iranian military, police, to lay down your arms and receive full immunity or face certain death. അമേരിക്കയുടെ ഈ ഒരു ഡോമിനൻസ് അവരുടെ വലിയൊരു പ്ലാനിൻ്റെ ഭാഗമാണോ, അതോ ചരിത്രത്തിൽ അവർക്ക് കിട്ടിയ ഒരു വൻ ലോട്ടറിയാണോ? അത് കണ്ടുപിടിക്കാൻ ജോഗ്രഫി മാത്രം നോക്കിയാൽ പോരാ, ചരിത്രം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ സാമ്പത്തികമായ കളികളും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാം, പക്ഷേ ഈ കഥ തുടങ്ങുന്നത് ഫിസിക്സിലെ ചെറിയൊരു പോയിന്റിൽ നിന്നാണ്. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ അഥവാ ഉരസൽ. 1945 ഓഗസ്റ്റ് മാസത്തിൽ ലോകം ശരിക്കും ഒരു ശ്മശാനം പോലെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം യൂറോപ്പ് തകർന്നടിഞ്ഞിരുന്നു. എല്ലാ നഗരങ്ങളും, അതിപ്പോൾ തോറ്റു കഴിഞ്ഞ ജർമ്മനി ആയാലും ജപ്പാൻ ആയാലും ഇറ്റലി ആയാലും ജയിച്ച ബ്രിട്ടനും ഫ്രാൻസും ആയാലും മൊത്തം പുകഞ്ഞു നിൽക്കുന്ന സമയം. രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും നൂറ്റാണ്ടുകളായി ഭരിച്ച ആ ഒരു പഴയ ലോകം സ്വയം തകർന്ന് തരിപ്പണമായി. ലണ്ടനിൽ തുരുതുരാ ബോംബ് വീണതിൻ്റെ പാടുകളുണ്ടായിരുന്നു. ബെർലിൻ ആണെങ്കിലും മൊത്തം തകർന്നടിഞ്ഞു. ടോക്കിയോ വെറും ചാരമായി. യൂറോപ്പിലും ഏഷ്യയിലുമുള്ള ഫാക്ടറികൾ ഇല്ലാണ്ടായി. കയ്യിലുള്ള കാശിന് വിലയില്ലാതെ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നു. പക്ഷേ അവിടെ നിന്ന് അറ്റ്ലാന്റിക്കിനപ്പുറം 14,000 കിലോമീറ്റർ അകലെ മറ്റൊരു കഥയായിരുന്നു, മറ്റൊരു സ്വർഗ്ഗലോകം ഉണ്ടായിരുന്നു. അമേരിക്കയിലെ ഡെട്രോയിറ്റിലെ ഫാക്ടറികളൊക്കെ ഫുൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നു. ബോംബിംഗ് എന്താണെന്ന് പോലും നേരിട്ടറിയാത്ത ആളുകൾ സിറ്റിയിലും ഫാക്ടറിയിലും ഒക്കെ ജീവിക്കുന്നു. കാറുകൾ ഓടിക്കുന്നു. ഫ്രിഡ്ജും ടി വിയും ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്നു. ലോകം മുഴുവൻ ചാരത്തി കിടക്കുമ്പോൾ അമേരിക്ക മാത്രം എങ്ങനെ കാശ് ചിലവാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ലോകത്തിൻ്റെ സ്വർണത്തിൻ്റെ 2/3 ഭാഗവും അമേരിക്കയുടെ കയ്യിലാണെന്നുള്ള ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന പകുതിയോളം സാധനങ്ങളും അന്ന് വന്നിരുന്നത് അവിടെ നിന്നാണ്. പോരാത്തതിന് ലോകത്തെ പേടിപ്പിക്കുന്ന വലിയ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മാത്രമുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ചരിത്രത്തിൽ മറ്റൊരു രാജ്യത്തിനും ഇത്രയും വലിയൊരു പവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. വെറും 13 കോളനികൾ മാത്രമായിരുന്ന ഈ ടീം ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങളെ വെട്ടിച്ച് ഇത്രയും ഉയരത്തിലെത്തിക്കാൻ ചില കാര്യങ്ങൾ ചെയ്തു. ഇന്നത്തെ ഈ മോഡേൺ ലോകത്തിൻ്റെ മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ അമേരിക്ക ശരിക്കും ഒരു പഴയകാല സാമ്രാജ്യം പോലെ അല്ല ഇരിക്കുന്നത്. ഐ വിൽ ഷോ യു ദാറ്റ്. ഇതിപ്പോൾ വലിയ പൊളിറ്റിക്കൽ മാപ്പൊന്നുമല്ല, പക്ഷേ ഇവിടെ കുറേ അവരുടെ സ്റ്റേറ്റ്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ ലോകത്തുള്ള സ്ഥലങ്ങളെയൊന്നും സ്വന്തമായിട്ട് കോളനികൾ ഉണ്ടാക്കി ഭരിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ബ്രിട്ടൻ, പോർച്ചുഗീസ്, ഇറ്റലി, സ്പെയിൻ, അങ്ങനെ പല രാജ്യങ്ങളും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളും കീഴടക്കി അവിടെ ഭരണം ഉണ്ടാക്കിയിട്ട് ഊറ്റിയെടുത്തിരുന്നു. പല സ്ഥലങ്ങളെയും കോളനിവൽക്കരിച്ചിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്തതുപോലെ ലോകം മുഴുവൻ കോളനി ഉണ്ടാക്കാനായിട്ട് അമേരിക്ക നടന്നില്ല. കാരണം അവർ ലോകത്തിലെ വലിയ രാജ്യമൊന്നും ആയിരുന്നില്ല. ആ പദവി റഷ്യയ്ക്കാണ്. മാത്രമല്ല, ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും ഒക്കെ കഴിഞ്ഞാണ് അമേരിക്ക വരുന്നത്. പക്ഷേ അമേരിക്കയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയർ, വിമാനങ്ങളെ വഴി കാണിക്കുന്ന സാറ്റലൈറ്റുകൾ, ഓയിലിൻ്റെയും ഗോതമ്പിൻ്റെയൊക്കെ വില തീരുമാനിക്കുന്ന കറൻസി, നമ്മളിപ്പോൾ ക്ഷാമം നേരിടുന്ന LPG, വാഹനത്തിലടിക്കുന്ന പെട്രോൾ, ഇതൊക്കെ അമേരിക്കയ്ക്ക് ഇൻഡയറക്റ്റ്ലി ലാഭം കൊടുക്കുന്നുണ്ട്. ഈ ഒരു പവർ വല്ല മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ലോകത്തിൻ്റെ സാമ്പത്തിക വളർച്ച എടുത്തു നോക്കിയാൽ അമേരിക്കയുടെ വളർച്ച വല്ലാത്തൊരു അത്ഭുതമാണ്. 2000 കൊല്ലത്തെ ചരിത്രത്തിൽ ഏറ്റവും പണക്കാരായിട്ടിരുന്നത് അമേരിക്കയോ യൂറോപ്പോ ഒന്നും ആയിരുന്നില്ല. അത് ഏഷ്യ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ
ഇന്ത്യയും ചൈനയും. 1800 മുമ്പ് വരെ ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്താനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നതും ഇന്ത്യയിലും ചൈനയിലുമാണ്. അവരായിരുന്നു ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. ലോകത്തിലെ ബിസിനസ്സും കൾച്ചറും ഒക്കെ ചുറ്റിപ്പറ്റി നിന്നിരുന്നത് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ലോകത്തിൻ്റെ എക്കോണമി പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. വെറും 100 കൊല്ലത്തിനുള്ളിൽ ലോകത്തിലെ മൊത്തം പവർ കടലിനപ്പുറത്തേക്ക് പാഞ്ഞുപോയി. 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ കണ്ടെത്താനായിട്ട് കപ്പൽ കയറുന്നത്. ഇറ്റലിക്കാരനായ അദ്ദേഹം അറ്റ്ലാന്റിക് കടന്ന് കരീബിയൻ ദ്വീപുകളിലൂടെ അമേരിക്കയിൽ ചെന്നിറങ്ങി. അതോടെ 1000 കൊല്ലം വേർപിരിഞ്ഞ് കിടന്നിരുന്ന വലിയൊരു വൻകര യൂറോപ്യൻകാർക്ക് അക്സസിബിൾ ആയി മാറാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യ തപ്പിപ്പോയിട്ട് ചെന്ന് കയറിയത് അമേരിക്കയാണെന്നറിയാതെ അവിടെയുള്ള ആളുകൾ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അമേരിക്കൻ പ്രദേശങ്ങൾക്ക് ഇന്ത്യാന എന്നുള്ള പേരുള്ളതും റെഡ് ഇന്ത്യൻസ് എന്ന് അവരുടെ നേറ്റീവ്സിനെയൊക്കെ അറിയപ്പെടുന്നത്. പിന്നാലെ സ്പെയിനും ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ അമേരിക്കയിലേക്ക് പാഞ്ഞു പോകാനായിട്ട് തുടങ്ങി. പക്ഷേ നമ്മൾ കരുതുന്ന പോലെ ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ആദിമ നിവാസികളുണ്ടായിരുന്നു. അവരൊരു വിഭാഗക്കാരല്ല, പല ഗോത്രങ്ങളായിട്ട് അവിടെ ജീവിച്ചിരുന്നവരാണ്. പിന്നീട് കുറച്ച് തലമുറകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയുടെ സ്വഭാവം ആകെ മാറാൻ തുടങ്ങി. കാരണം യൂറോപ്പിൽ നിന്ന് ആളുകൾ വന്ന സമയത്ത് ഈ യൂറോപ്യൻസിന് വസൂരിയും ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ കിടന്ന ആദിമ നിവാസികളായതുകൊണ്ട് തന്നെ റെഡ് ഇന്ത്യൻസിന് ഇവരിൽ നിന്ന് കിട്ടിയ അസുഖത്തെ അതിജീവിക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ബംഗാൾ ഉൾക്കടലിലെ നോർത്ത് സെൻറ്റിനൽ ഐലൻഡ്സ്, ഈ ആൻഡമാൻ നിക്കോബാറിൽ വരുന്ന നോർത്ത് സെൻറ്റിനൽ ഐലൻഡ്സിൽ 10-600ഓളം ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർ 6000 വർഷം മുമ്പുള്ള ആദിമ നിവാസികളുടെ അതേ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന. അവരെ പുറമേ നിന്നുള്ള ആൾക്കാർ ബന്ധപ്പെടാൻ ഇന്ത്യൻ ഗവൺമെൻറ് സമ്മതിക്കാത്തതിൻ്റെ പ്രധാന പ്രശ്നവും ഇങ്ങനെ അസുഖം വരും എന്നുള്ളതുകൊണ്ടാണ്. സോ ഇത്തരത്തിൽ പല ആദിമ ഗോത്രങ്ങളും ഇല്ലാതാകുന്നത് യൂറോപ്യന്മാർ കടന്നു ചെല്ലുമ്പോൾ അവരുടെ യുദ്ധം മാത്രമല്ല, പകരം 80 മുതൽ 90% ആദിമ നിവാസികളും അസുഖങ്ങൾ വന്നാണ് മരിച്ചു പോവുക. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതി അങ്ങനെയാണ് അമേരിക്കയിൽ സംഭവിച്ചത്. ഇങ്ങനെ ആൾക്കാർ നിരന്തരം ഇല്ലാതായ സ്ഥലത്തേക്ക് യൂറോപ്യന്മാർ കയറിപ്പറ്റി. അതിൽ കുറച്ചുപേർ ചേർന്ന് 1776 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാകുന്നത്. അതായത് ഇന്ത്യയിൽ 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ തുടക്കത്തിൽ ഇതൊരു ചെറിയ രാജ്യമായിരുന്നു. അവിടെയുള്ള കുറച്ച് കോളനികൾ ചേർന്നു അമേരിക്ക പോലൊരു രാജ്യം, ഭൂരിഭാഗം സ്ഥലവും വെറുതെ കിടക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയൊരു ഭാഗ്യമുണ്ട്, മറ്റാർക്കും കിട്ടാത്തൊരു കിടിലൻ ജിയോഗ്രഫി. 2 സൈഡിലും വലിയ സമുദ്രം. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള മിസിസിപ്പി റിവറിൻ്റെ ചുറ്റുമുള്ള മിസിസിപ്പി ബേസിൻ എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലമായിരുന്നു. പക്ഷേ വെറും കൃഷി മാത്രമല്ല അതിൻ്റെ പവർ. അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന പുഴകളാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് റോഡിലൂടെ ഒരു സംഭവം പോകണമെങ്കിൽ അതിന് വല്ലാത്ത എനർജി വേണം. അതിപ്പോൾ റെയിൽവേ ആയാലും കാളവണ്ടി ആയാലും കാറായാലും ഒക്കെ. പക്ഷേ വെള്ളത്തിലൂടെ പോകാൻ ചിലവ് കുറവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ മറൈൻ ഡ്രൈവിൽ ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് വളരെ പൈസയൊന്നും കൊടുക്കണ്ട, ബസ്സിൽ പോകുന്നതിന് അത്ര ചിലവില്ല. കാരണം വെള്ളത്തിലൂടെ ഒരു ബോട്ട് പോകുന്നതിന് അത്രത്തോളം എനർജി ആവശ്യമില്ല. 1800കളുടെ തുടക്കത്തിൽ തന്നെ റോഡിലൂടെ ഒരു സാധനം 50 കിലോമീറ്റർ കൊണ്ടുപോകാൻ നല്ല ചിലവുണ്ട്. പക്ഷേ കടലിലൂടെ നമ്മൾ അപ്പുറത്തെ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ വളരെയധികം ചിലവില്ലാതെ വലിയ എമൗണ്ട് സാധനം കപ്പലിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കർഷകർക്ക് അവരുടെ വിളവുകൾ പുഴയിലൂടെ ഫ്രീ ആയിട്ട് തുറമുഖത്ത് എത്തിക്കാനും രാജ്യത്തിനകത്ത് വിൽക്കാനും പുറത്തേക്ക് കൊണ്ടുപോകാനും പറ്റി. അങ്ങനെ കാശ് കുമിഞ്ഞുകൂടി. അങ്ങനെ അമേരിക്ക ഭയങ്കര പണക്കാരായി മാറി. അതാണ് ഫസ്റ്റ് ഫേസ്. പക്ഷേ ജിയോഗ്രഫി ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഉപയോഗിക്കാൻ അറിയണം. വേറെ രാജ്യങ്ങൾക്കും ഇതേപോലത്തെ കഴിവുണ്ടാവും, അവർ കൃഷി ചെയ്യുന്നുണ്ടാവും. എന്നാൽ അമേരിക്ക 19ാം നൂറ്റാണ്ടിൽ വളർന്ന വേഗത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ പുതിയ സ്ഥലങ്ങൾ വാങ്ങാൻ തുടങ്ങി എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ താഴെയുള്ള മെക്സിക്കോയുള്ള ടെക്സാസിനെ അമേരിക്ക പിടിച്ചെടുത്തു. ഫ്ലോറിഡയും ഒഹിയോയും ഇലിയോനോയിസും ഒക്കെ പതുക്കെ അമേരിക്കൻ സ്റ്റേറ്റായിട്ട് മാറി. 1867 റഷ്യയുടെ കയ്യിൽ നിന്നും അലാസ്കയെ വെറും $7.2 മില്യൺ അമേരിക്ക വാങ്ങിച്ചെടുത്തു. 1892 പസഫിക് സമുദ്രത്തിന് നടുവിലുള്ള ഒരു ഇൻഡിജീനിയസ് ട്രൈബുകൾ അടങ്ങിയ ഹവായ് ദ്വീപിൻ്റെ രാജകുടുംബത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ കീഴടക്കിക്കൊണ്ട് അമേരിക്ക ഹവായ് ദ്വീപിനെയും കൂടെ കൂട്ടി പസഫിക് സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇതേ സമയത്ത് തന്നെ സ്പെയിനിനെ തോൽപ്പിച്ചിട്ട് പ്യൂറിട്ടോറിക്ക, ഗുവാം, അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസിനുമൊക്കെ അമേരിക്ക സ്വന്തം കയ്യിലാക്കി. ഇപ്പോൾ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ മാത്രമല്ല, പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിനെ പണം കൊടുത്താണ് വാങ്ങിച്ചത്. പുറമേ അവർ പറയാറില്ലെങ്കിലും സത്യത്തിൽ ഒരു സാമ്രാജ്യം എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെയാണ് അമേരിക്ക ലോകത്തെ കീഴടക്കാൻ തുടങ്ങിയത്. ഇതിനിടയിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്. അമേരിക്കയുടെ ജിയോഗ്രഫിയും ഇതിനോടൊപ്പം ചേർന്നതോടെ വളരെയധികം വ്യത്യാസം ഉണ്ടായി. അതായത് ട്രെയിനുകൾ രാജ്യമെങ്ങും ഓടിത്തുടങ്ങി. സ്റ്റീലും ഓയിലും ഒക്കെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. 1890 ആയപ്പോൾ ബ്രിട്ടനെ വെട്ടിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമിയായിട്ട് അമേരിക്ക മാറി. ഒരു യൂറോപ്യൻ രാജ്യം അല്ലാത്തതുകൊണ്ട് അവരത് വലിയ ഭീഷണിയായിട്ട് എടുത്തില്ല.
പക്ഷേ ലോക കാര്യങ്ങൾ അത്രയൊന്നും തലയിടാതെ നിൽക്കുന്നൊരു അമേരിക്കൻ സ്വഭാവം അപ്പോൾ കാണാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ ഒരു വമ്പൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ വൻ ശക്തികളൊക്കെ തന്നെ തമ്മിലടിച്ച് നശിക്കാൻ തുടങ്ങുന്നൊരു സമയത്ത് അമേരിക്ക ഒറ്റയ്ക്ക് മാറി ഇന്ന് വളർന്നു എന്നുള്ളതാണ്. ഒന്നാം ലോക മഹായുദ്ധം യൂറോപ്പിനെ തളർത്തി കളഞ്ഞിരുന്നു. വെറും 20 കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാം ലോക മഹായുദ്ധവും കൂടി വന്നപ്പോൾ യൂറോപ്പ് മൊത്തത്തിൽ തീർന്നു. യുദ്ധം നടന്നത് മുഴുവൻ യൂറോപ്പിലും ഏഷ്യയിലാണെന്ന് നമുക്കറിയാം. അവിടുത്തെ നഗരങ്ങളൊക്കെ തന്നെ കത്തിത്തീർന്നു, എക്കോണമി ഇല്ലാതായി. അമേരിക്ക ഈ യുദ്ധത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ച് അമേരിക്കൻ പട്ടാളക്കാർ മാത്രമേ യുദ്ധത്തിൽ മരിച്ചിട്ടുള്ളൂ. ആയുധങ്ങളെയും പട്ടാളക്കാരെയും ധാന്യങ്ങളും ഒക്കെ അയച്ചുകൊണ്ട് വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സമ്പത്ത് വാങ്ങിക്കാൻ പറ്റുന്ന കച്ചവടമായിട്ട് അമേരിക്ക യുദ്ധത്തെ കണ്ടു. മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾക്ക് പണം കടം കൊടുക്കുകയും ചെയ്തു. അമേരിക്കൻ മണ്ണിൽ അപ്പോഴൊന്നും ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കയ്ക്ക് പസഫിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപിലെ പേൾ ഹാർബർ എന്ന് പറയുന്ന ഒരു തുറമുഖം അറ്റാക്ക് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വരുന്നതും അതിനുശേഷം ജപ്പാനെ തോൽപ്പിക്കാൻ ബോംബിടുകയും ചെയ്തത്. അതായത് ഇത്രയും വലിയ ചരിത്രത്തിലെ ഭീകരമായ യുദ്ധത്തിൽ നിന്ന് ലാഭമുണ്ടാക്കിയ ഒരേ ഒരു രാജ്യം എന്ന് പറയുന്ന അമേരിക്കയായിരുന്നു. അവിടുത്തെ ഫാക്ടറികൾ സുരക്ഷിതമാണ്, യുദ്ധത്തിന് സാധനങ്ങൾ സപ്ലൈ ചെയ്തു. 1945 ആയപ്പോഴേക്കും ലോകം തകർന്നു കിടക്കുന്ന സമയത്ത് അമേരിക്ക ഏറ്റവും പീക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഒരേ ഒരു വമ്പൻ പവറായിട്ട് അവർ മാറി. സോ ഇത്തരത്തിൽ സമ്പത്ത് മാത്രം പോരാ, ലോകം മുഴുവൻ സ്വാധീനം ഉണ്ടാവണം. ആ സ്വാധീനം അമേരിക്ക അറിഞ്ഞോ അറിയാതെ അവരുടെ കയ്യിലേക്ക് വന്നത് ഒരു ഹോട്ടൽ റൂമിൽ വെച്ചാണ്. 1944 ജൂലൈ മാസത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 44 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ന്യൂ ഹാംഷെയറിലെ ഒരു ഹോട്ടലിലേക്ക് ഒത്തുകൂടി. ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് എന്നറിയപ്പെടുന്ന ഒരു സമ്മേളനമായിരുന്നു അത്. അതായത് പഴയ സിസ്റ്റം എല്ലാം പാളിയെന്നും ബ്രിട്ടൻ ഇനി ലോകത്തെ നയിക്കാൻ കഴിയില്ല എന്നും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരെയധികം അധപ്പതിച്ച് കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ലോകത്തിൻ്റെ ക്രമം മാറ്റാൻ വേണ്ടി പുതിയൊരു വഴി വേണമെന്ന് യഥാർത്ഥത്തിൽ എല്ലാ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾക്കും അറിയാമായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന സിസ്റ്റം യുദ്ധവും ദാരിദ്ര്യവുമാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ വച്ച് അമേരിക്ക ലോകത്തിനൊരു വമ്പൻ ഓഫർ വെച്ചു. ലോകത്തിൽ എവിടെയും കടലിലൂടെ ബിസിനസ് നടക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ കപ്പലുകൾക്ക് അമേരിക്കൻ നേവി സംരക്ഷണം നൽകും. പകരം ലോകത്തിൻ്റെ മൊത്തം സാമ്പത്തിക ഇടപാടുകൾ അമേരിക്കൻ ഡോളറിലായിരിക്കണം ചെയ്യേണ്ടത്. അതിനുശേഷം ഡോളറിൻ്റെ വാല്യൂവിനെ അവർ സ്വർണവുമായിട്ട് ബന്ധിപ്പിച്ചു. അതായത് അമേരിക്കയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രണ്ട് രാജ്യങ്ങൾ, പക്ഷേ അവർ ട്രേഡ് ചെയ്യുന്നത് കടലിലൂടെയാണെങ്കിൽ അമേരിക്ക ആ രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. പക്ഷേ രണ്ട് വ്യത്യസ്ത കറൻസികൾ തമ്മിൽ ഇടപാടുകൾ നടക്കണമെങ്കിൽ ആദ്യം അമേരിക്കൻ ഡോളർ ആ രാജ്യം വാങ്ങിക്കണം, എന്നിട്ട് തിരിച്ച് മറ്റേ രാജ്യത്തിന് അമേരിക്കൻ ഡോളറിൽ നിന്ന് പേ ചെയ്യണം. ഈ അമേരിക്കൻ ഡോളർ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വാല്യൂ കണക്കാക്കുന്നത് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ അമേരിക്ക പല രീതിയിൽ ഗോൾഡ് സ്റ്റോർ ചെയ്യാനും പല സ്ഥലങ്ങളിൽ നിന്നും ഗോൾഡ് മോഷ്ടിക്കാനും ഒക്കെ തുടങ്ങി. ഇതോടെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും ഒക്കെ അമേരിക്ക മുൻകൈയെടുത്ത് കൊണ്ടുവരികയും അമേരിക്ക വൻതോതിൽ സാമ്പത്തികമായിട്ട് ഇത്തരം സംഘടനകളെ ബാക്ക് ചെയ്യുകയും അതിലൂടെ മറ്റ് രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഗാറ്റ് പോലെയുള്ള കരാറുകൾ വന്നതോടെ ലോകം മുഴുവൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരം ഉണ്ടായി. ഇതാണ് ആധുനിക ലോകത്തെ ഗ്ലോബലൈസേഷൻ. ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യം പിടിച്ചെടുക്കാതെ അവിടുത്തെ റിസോഴ്സുകൾ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. എന്നിട്ട് അവരതിൻ്റെ തലപ്പത്തിരുന്ന് മാനേജ് ചെയ്തു. കഥ അവിടെ തീർന്നില്ല. 1971 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ സ്വർണവും ഡോളറും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് അവർ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു. സ്വർണവുമായിട്ട് ഡയറക്റ്റ് ഡോളറിന് ബന്ധമില്ല, അല്ലെങ്കിൽ ഡോളറിൻ്റെ വാല്യൂവിനെ സ്വർണം വെച്ചല്ല കണക്കാക്കുന്നത് എങ്കിൽ ഡോളർ തകരുമെന്ന് പലരും വിചാരിച്ചു. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. അമേരിക്ക സൗദി അറേബ്യ പോലെയുള്ള ഒപെക് രാജ്യങ്ങളുമായിട്ടൊരു ഡീല് വെച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പവറായിട്ടുള്ള ഓയിലിനെ ഡോളറിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ഡീൽ. അങ്ങനെ പെട്രോ ഡോളർ എന്ന് പറയുന്ന സിസ്റ്റം വന്നു. അതായത് ലോകത്ത് പെട്രോൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക് എന്ന് പറയുന്നത്. ആ രാജ്യങ്ങൾ മറ്റേത് രാജ്യവുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴും ആദ്യം അവരത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ ഡോളറിനെയാണ് മറ്റ് രാജ്യങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുക. ഇപ്പോൾ ഇന്ത്യ സൗദി അറേബ്യയിൽ നിന്ന് പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സാധനം വാങ്ങുന്ന പോലെ സൗദി അറേബ്യയ്ക്കുള്ള പണം അവരുടെ റിയാലിനെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കും. പക്ഷേ അങ്ങനെ നേരിട്ട് റുപ്പീസും അവരുടെ വിനിമയ സംവിധാനവും തമ്മിലുള്ള ലിങ്കില്ല. പകരം ഇന്ത്യ ആൾറെഡി കുറേ ഡോളർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് ഇന്ത്യ ഡോളറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ഡോളറിൽ നിന്നാണ് സൗദി അറേബ്യയ്ക്ക് പണം പോകുന്നത്. അപ്പോൾ എപ്പോഴും ഈ പെട്രോളിയം ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു അമേരിക്കൻ ബാങ്ക് അവിടെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അവർക്ക് ചെറിയൊരു ഷെയറും കിട്ടും. അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ഡോളറിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പെട്രോൾ വാങ്ങിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയായി. ഒരു ട്രാൻസാക്ഷനിൽ അമേരിക്കയായിട്ട് യാതൊരു ബന്ധമില്ല. അമേരിക്ക അങ്ങ് ദൂരെ ഇരിക്കുകയാണെങ്കിൽ പോലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പെട്രോൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കൊടുക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ ഡോളർ വേണമെന്നുള്ളൊരവസ്ഥയെത്തി. അങ്ങനെ ലോകത്തിൻ്റെ രാജാവായിട്ട് ഡോളർ മാറി. സ്വർണ്ണം ഇല്ലെങ്കിലും ഡോളറിന് പവർ ഉണ്ട് എന്നൊരവസ്ഥയെത്തി.
ഇനി മറ്റൊരു കാര്യം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകത്തിന് പുതിയൊരു യുദ്ധം വന്നിരുന്നു. അതായിരുന്നു കോൾഡ് വാർ. അമേരിക്ക ആൾറെഡി ഒരു സൂപ്പർ പവറായിട്ട് നിന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസത്തിലൂടെ അമേരിക്കയെ മറിച്ചിടാൻ പറ്റുന്ന രീതിയിൽ വളരാൻ തുടങ്ങി. ഇതൊരു ആശയപരമായിട്ടുള്ള പോരാട്ടമാണ്. ക്യാപിറ്റലിസം വേണോ കമ്മ്യൂണിസം വേണോ എന്ന തർക്കം. ഇതിനകത്താണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പ്രോക്സി വാർ ഉള്ളത്. അതായത് ഈ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ലോകത്തിന് പവർ കാണിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസം ലോകത്ത് എവിടെയൊക്കെ വളരുന്നോ അവിടെയൊക്കെ അമേരിക്ക CIA കൊണ്ട് ഇടപെടിക്കാൻ തുടങ്ങി. അതിപ്പോൾ ഏഷ്യയിലായാലും യൂറോപ്പിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടുള്ള ഗവൺമെൻറ് വരുന്നോ അവിടെയൊക്കെ പൈസ കൊടുത്ത് പ്രതിപക്ഷത്തെ സഹായിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള കലാപങ്ങളൊക്കെ ഉണ്ടാക്കി ടെററിസം വളർത്തി അമേരിക്ക കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെ ഇതിൻ്റെ പേരിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ബ്രസീൽ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പല രാജ്യങ്ങളും അമേരിക്കൻ സ്വാധീനത്തിനായി. ഇതിനിടയിൽ 1949 അവർ നാറ്റോ എന്ന് പറയുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടാക്കി. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഇരുവശത്തും പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ച് അമേരിക്ക സോവിയറ്റ് യൂണിയനെ തടയാനെന്ന പേരിൽ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തായി 800ഓളം അമേരിക്കൻ മിലിറ്ററി ബേസുകൾ നമുക്ക് കാണാൻ കഴിയും. 11 വലിയ എയർക്രാഫ്റ്റ് കാരിയറുകൾ ലോകത്തിൻ്റെ എവിടെയും മണിക്കൂറുകൾ കൊണ്ട് എത്താൻ പാകത്തിൽ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ 10,000-കണക്കിന് പട്ടാളക്കാർ മാത്രമല്ല, നമ്മൾ കാണാത്ത പല ടെക്നോളജിയും റോക്കറ്റുകളും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 100 വർഷം കൊണ്ട് അമേരിക്ക പല സംവിധാനത്തിലൂടെ പല അലയൻസിലൂടെയും പ്രഷറിലൂടെയും നേടിയെടുത്തതാണ്. മാത്രമല്ല ഇന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശത്തും അവരുടെ ടെക്നോളജിയും നിരീക്ഷണമുണ്ട്. നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ ഡയറക്റ്റായിട്ട് സാറ്റലൈറ്റുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിലും അമേരിക്കയുടെ GPS സാറ്റലൈറ്റുകൾ പുറത്തുവിടുന്ന സിഗ്നലുകളെ പിടിച്ചെടുത്താണ് ലൊക്കേഷൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ GPS എന്ന് പറയുന്നത് അമേരിക്കൻ പട്ടാളത്തിൻ്റെ കയ്യിലാണ്. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കുന്ന നമ്മുടെ GPS-ൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ആൾറെഡി ഈ ചാനലിൽ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിവസവും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വഴി തെറ്റുന്ന ബാങ്കുകൾ, ഷിപ്പിംഗ്, ഫോൺ വിളികൾ അങ്ങനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്, അതായത് GPS-ലാണ്. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പട്ടാളവും പൈസയും മാത്രമല്ല അമേരിക്ക ഉപയോഗിക്കുന്നത്. അവരുടെ കയ്യിൽ സോഫ്റ്റ് പവർ എന്ന് പറയുന്നൊരു ആയുധമുണ്ട്. ഹോളിവുഡ് സിനിമകൾ, മ്യൂസിക്, ടെക് കമ്പനികളൊക്കെ തന്നെ അമേരിക്ക ഉപയോഗിക്കുകയും അതുവഴി അമേരിക്കൻ ഐഡിയകൾ ലോകം മുഴുവൻ പടരുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കൾച്ചർ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ആയാലും മൊബൈൽ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും അത് ഐഫോണും ആൻഡ്രോയിഡ് എന്തോ ആവട്ടെ, വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും പ്രധാനപ്പെട്ട എല്ലാ കുത്തക കമ്പനികളുടെയും കേന്ദ്രമെന്ന് പറയുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ കൾച്ചർ നമ്മളറിയാതെ മാറുന്നുണ്ട്. പിന്നെ ടാലൻറ്റ് അക്യൂസിഷനാണ്. ലോകത്തെമ്പാടുമുള്ള ഏതൊരു ശാസ്ത്രജ്ഞനെയും എഞ്ചിനീയർമാരെയും എപ്പോഴും അമേരിക്ക സ്വന്തം രാജ്യത്തേക്ക് മാടി വിളിക്കും. ഇപ്പോൾ നാസികളെ പേടിച്ചാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കയിലേക്ക് കുടിയേറിയതെങ്കിൽ പല പ്രധാനപ്പെട്ട ആളുകളും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും പല ഓഫറുകളിലൂടെയും അമേരിക്കയിലേക്ക് എത്തുകയും അവരുടെ ടാലൻറ്റ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ഇന്ത്യൻ വംശജർക്ക് സയൻസിലൊക്കെ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതിൽ CV രാമൻ ഒഴിച്ച് ബാക്കി ഏകദേശം എല്ലാവരും ഇന്ത്യൻ വംശജർ മാത്രമാണ്. അവരുടെ പൗരത്വം അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ആയിരിക്കും. ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരെ പറ്റി പറയുമ്പോൾ നമ്മൾ കൽപ്പന ചൗളയും സുനിത വില്യംസിനെയും പറയാറുണ്ട്. രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരല്ല, പകരം അവർ ഇന്ത്യൻ വംശജരായിട്ടുള്ള അമേരിക്കക്കാരാണ്. ഇപ്പോൾ എലൺ മസ്കിനെ നോക്കിക്കഴിഞ്ഞാലും സത്യനാഥല്ലേ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ അവരൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയവരാണ്. അതായത് അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയും കൾച്ചറും ഒക്കെ ലോകത്തിലെ മിടുക്കന്മാരെ പിടിച്ചു നിർത്തി അവർക്ക് സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ട് അവരുടെ ഹ്യൂമൻ ക്യാപിറ്റൽ അമേരിക്ക അഡ്വാൻറ്റേജ് ആക്കി മാറ്റിയെടുത്തിട്ട് ടെക്നോളജിക്കൽ രംഗത്ത് വളർന്നു വന്നു. പക്ഷേ എല്ലാം അത്ര സുഖകരമാണെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഉള്ളിൽ നോക്കിയാൽ അമേരിക്കയിൽ ഭയങ്കരമായ പ്രശ്നമുണ്ട്. അവിടെ കാശുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വളരെയധികം ഇനിക്വാലിറ്റി ഉണ്ട്. കുറച്ച് പേരുടെ കയ്യിലാണ് ഏകദേശം 80% ഭാഗം കാശുള്ളത്. ചികിത്സയ്ക്കാണെങ്കിൽ ഭയങ്കര ചിലവ്, ആളുകൾക്ക് വലിയ വായ്പകൾ, പല സ്റ്റുഡൻസും വലിയ കടത്തിലാണ് പഠിച്ച് തീർക്കുന്നത്. ഗൺ വയലൻസും ഒബേസിറ്റിയും ബിഹേവിയറൽ ഇഷ്യൂവും സൈക്കോളജിക്കൽ ഇഷ്യൂ ഒക്കെ നിറഞ്ഞ വലിയൊരു തലമുറയായിട്ട് അമേരിക്ക മാറുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്രത്തോളം പട്ടാളക്കാരോ സമ്പത്തോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് നല്ല ലൈഫ് ക്വാളിറ്റി ഉണ്ട്. അതായത് സൂപ്പർ പവർ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സൂപ്പർ പവറായ രാജ്യത്തിലെ ആളുകൾക്ക് മനസമാധാനം ഉണ്ടെന്നോ സന്തോഷമുണ്ടെന്നോ ജീവിത നിലവാരമുണ്ടെന്നോ പറയാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ലോകം തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന രാജ്യത്തിലെ സ്വന്തം ആൾക്കാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഈ പഴയ സിസ്റ്റം വളരെ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ചൈന വല്ലാത്ത സ്പീഡിൽ വളരുന്നു. അവർക്ക് പല രാജ്യങ്ങളെയും, ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളെയും അറ്റാക്ക് ചെയ്ത് മറ്റ് രാജ്യങ്ങളെ പേടിപ്പിക്കാനും പാവ സർക്കാരുകളെ കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് അത്രത്തോളം സ്പീഡിൽ നടക്കുന്നില്ല. അതേസമയം ലാറ്റിൻ അമേരിക്കയിൽ അവരെ എതിർക്കുന്ന രാജ്യമായിട്ടുള്ള വെനസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്നു. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം താലിബാനെ മാറ്റി നിർത്തിയിട്ടും
എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ പഴയപടിയായി മാറി വിയറ്റ്നാമിനോട് തോറ്റു. സ്വന്തമായിട്ട് സാറ്റലൈറ്റുകളും നേവിയും ടെക്നോളജിയുമായിട്ട് ചൈന ഇപ്പോൾ കഴിഞ്ഞ 30-40 വർഷം കൊണ്ട് സൂപ്പർ പവറായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അമേരിക്കയേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ ഇപ്പോൾ ചൈനയ്ക്ക് കഴിയുന്നുണ്ട്. അമേരിക്കയേക്കാൾ സോഴ്സ് ഉണ്ട് ചൈനയ്ക്ക് പല മേഖലകളിലും. അവർക്ക് അതിനനുസരിച്ചുള്ള ഹ്യൂമൻ പവറുണ്ട്. ചിലർ പേടിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടാകുമോ എന്നാണ്. പക്ഷേ മറ്റൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, കോൾഡ് വാർ സമയത്ത് എങ്ങനെയാണോ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും കീഴിൽ രണ്ടായിട്ട് ലോകം സ്പ്ലിറ്റായത്, അതേപോലെ ചൈനയുടെ കൂടെ നിൽക്കുന്ന കുറേ രാജ്യങ്ങളും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന കുറേ രാജ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് മോഡേൺ വേൾഡ് കാണുന്നത്. പിന്നെ ടെക്നോളജിയിലുള്ളൊരു മാറ്റമാണ്. ചൈനയ്ക്ക് നല്ല രീതിയിലുള്ള ടെക്നോളജിയും മിലിറ്ററിയൊക്കെ വളർന്നു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റയും ജിയോഗ്രഫിയും ഒക്കെ വച്ച് നോക്കുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷനാണ് ഇപ്പോഴും ചൈന കൊടുക്കുന്നത്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ പവർ എവിടെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ത്യ അത്ഭുതകരമായിട്ട് കയറി വന്നാൽ അതും അമേരിക്കയ്ക്ക് വലിയൊരു അടി തന്നെയാണ്. ഒരുപക്ഷെ ചൈനയേക്കാൾ ഇന്ത്യ വളർന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് അമേരിക്കയായിരിക്കാം. പലപ്പോഴും പല സ്പീച്ചുകളിലും ചൈന വളർന്നു വന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അമേരിക്കയ്ക്കൊരു വെല്ലുവിളി ആയതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയെ അവർ അങ്ങനെ ആവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ചില റീൽസുകൾ ഞാൻ കണ്ടിരുന്നു. India should understand that we're not going to make the same mistakes with India that we made with China 20 years ago. അറ്റ് ദ എൻഡ് അമേരിക്കയുടെ ഈ വളർച്ച വെറും ഭാഗ്യം കൊണ്ടോ പട്ടാളം കൊണ്ടോ മാത്രം ഉണ്ടായതല്ല. അവരുടെ സിസ്റ്റം, അതായത് അവർക്ക് കാവൽ നിൽക്കുന്ന കടലുകൾ, ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പുഴയുള്ള ശൃംഖല, എല്ലാവരെയും തമ്മിലടിപ്പിച്ച നിമിഷത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സേഫ്റ്റി, മാത്രമല്ല ലോകത്തെ മുഴുവൻ തങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എക്കണോമിക്കൽ പ്ലാൻ. എപ്പോഴൊക്കെ അമേരിക്കയ്ക്ക് ഒരു അഡ്വാൻറ്റേജോ ഗോളടിക്കാനൊരു സ്പേസോ കിട്ടുമ്പോൾ അവിടെയെല്ലാം ചാടിക്കയറി വെടക്കാക്കി തനിക്കാക്കുന്ന സ്വഭാവം, അതെല്ലാം അന്നും അമേരിക്ക കാണിച്ചിരുന്നു. അല്ലാതെ ട്രംപ് ഇപ്പോൾ കാണിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. മോഡേൺ ലോകത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ അവർ മുൻകൈയെടുത്തു, സമുദ്രങ്ങൾക്ക് കാവൽ നിന്നു, സാമ്പത്തിക രംഗത്തെ ഉറപ്പിച്ചു നിർത്തുമെന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു, ടെക്നോളജിയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു, അങ്ങനെ ലോകത്തിൻ്റെ ഹൃദയമാകാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അവരുടെ ആ നിലനിൽപ്പിന് ഇപ്പോൾ തന്നെ ഹോർമോസ് കടലിടുക്കിലുമൊക്കെ തന്നെ വലിയ വെല്ലുവിളി വരുന്നുണ്ട്. പനാമ കനാലും സൂയസ് കനാലിലും ഒക്കെ തന്നെ അമേരിക്കയുടെ ഹോൾഡ് നഷ്ടപ്പെടുന്നു എന്ന് ട്രംപ് പലപ്പോഴും ഭയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. എന്തായാലും അമേരിക്ക ജിയോഗ്രഫിക്കലി സേഫ് തന്നെയാണ്. അവരുടെ ഉള്ളിലുള്ള ജനങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല പവറായിട്ട് നിൽക്കാം. പക്ഷേ ഒരു ചോദ്യം, ഒരു സൂപ്പർ പവർ അല്ലാതെ ഇനി അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ട് അവർ ആ ഒരു പട്ട നിലനിർത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ചരിത്രത്തിലൊരു കാര്യമുണ്ട്, ഈ പവർ ഗെയിം എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നൊരു കാര്യമല്ല. പണ്ട് മംഗോളിയ ലോകത്തിൻ്റെ വലിയ ശതമാനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഗ്രീക്കുകാരും റോമാക്കാരും വലിയ തോതിൽ വളർന്നു വരാൻ ശ്രമിച്ചു. അലക്സാണ്ടർ നെപ്പോളിയനും ഒക്കെ യുദ്ധം ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞപ്പോൾ ജർമ്മനിയും ജപ്പാനും ഒക്കെ ലോകം പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ പവർ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ നൂറ്റാണ്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അത് തടയാനായിട്ടായിരിക്കണം ഇത്രത്തോളം ഭ്രാന്തമായ പല കാര്യങ്ങളും ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കാതെ വയ്യ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ബ്ലോഗിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം ബെറ്ററാക്കുന്ന, സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ബെറ്ററാക്കുന്ന, നിങ്ങളുടെ AI-യെക്കുറിച്ചുള്ള ധാരണകളും യൂട്യൂബിൽ എങ്ങനെ കൃത്യമായിട്ട് വിജയിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഗുണകരമാകുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എൻ്റെ JR അക്കാഡമിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടാക്കുക. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. സോ ബൈ.